ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആവാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങളുടെ മൈൻഡ് കാം ആൻഡ് ക്ലിയർ ആക്കി വയ്ക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സിനെ കുറിച്ചിട്ടാണ്. ഞാനിവിടെ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് 8 ഓഫ് സ്വോർഡ്സ് ആണ്. സോ 8 ഓഫ് സ്വോർഡ്സിൽ നമുക്ക് പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണിപ്പോൾ. അതായത് എന്തൊക്കെയോ ഒരു ഭയം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇതൊക്കെ കാരണം അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും നേരെ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഈവൻ ഈ ഒരു ചിന്തകൾ കാരണം അദ്ദേഹവും നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും നിങ്ങളിപ്പോൾ. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിൽ ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭയം. അതുകൊണ്ട് തന്നെയാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ. സെക്കൻഡ് കാർഡ് ഈസ് ഓഫ് വോൺസ് ആണ്. അതായത് അദ്ദേഹം പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് തേർഡ് കാർഡ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 3 ഓഫ് കപ്സ് ആണ്. അവിടെ ഒരു സെലിബ്രേഷൻ്റെ കാർഡ്, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ കാർഡാണ്. അപ്പോൾ അദ്ദേഹം പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് നിന്ന് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ജോയ്ഫുൾ മൂമെൻറ്റ് ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ കറണ്ട് ഇമോഷൻ എന്ന് പറയുന്നത് സ്വയം സെൽഫ് ലിമിറ്റ് ചെയ്യാന്ന് പറയത്തില്ല, ആ ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് നോക്കുമ്പോഴും 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് അദ്ദേഹം മേ ബി എന്തെങ്കിലും ഒരു കാര്യം, ജോലി ആയിക്കോട്ടെ, എന്തോ ഒരു കാര്യത്തിലും പുതിയ തുടക്കമിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പിൻവലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇമോഷണലി സ്റ്റക്കാക്കുന്നുണ്ട്. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ചാലഞ്ചസ് നേരിട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേണം. ഓക്കെ, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറിനൊരു സപ്പോർട്ട് കൊടുക്കുക. കാരണം അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതാണ്, ഒരു കൂട്ട്. അദ്ദേഹത്തിൻ്റെ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാനായാലും, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടത്താനായാലും, ഒരു സന്തോഷത്തിനായാലും, എല്ലാത്തിനും അദ്ദേഹത്തിനൊരു പാർട്ട്ണർഷിപ്പ് വേണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.